നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D എക്സാമിനേഷനായുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓൺലൈൻ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ 6 മുതൽ ജൂൺ 26 വരെയാണ്. സോ അവസാന നിമിഷം വരെ നമ്മൾ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയും കൊടുത്തിട്ടുണ്ട്. ജൂൺ 27 രാത്രി 11 മണി വരെയാണ്. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താനുള്ള അവസരവുമുണ്ട്. അത് 2025 ജൂലൈ 1 മുതൽ 2025 ജൂലൈ 2 വരെയാണ്. രാത്രി 11 മണി വരെ നമുക്ക് തിരുത്തലുകൾ വരുത്താനായിട്ട് സാധിക്കും. ഇതിന് കറക്ഷൻ ചാർജുകൾ ബാധകമായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് 2025 ഓഗസ്റ്റ് 6 മുതൽ 2025 ഓഗസ്റ്റ് 11 വരെയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ശ്രമിച്ച് തുടങ്ങാവുന്നതാണ്. സോ ഈ പരീക്ഷ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് കൂടാതെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ്. അപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള വിവിധ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റുകൾ, ഓർഗനൈസേഷനുകൾ എന്നിവിടങ്ങളിലാണ് നിയമനം. സ്റ്റെനോഗ്രാഫിയിൽ കഴിവുകളുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ വനിതാ കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി വേക്കൻസി, സംവരണം, അതേപോലെ ഡിസബിലിറ്റീസുകാർക്കുള്ള യോഗ്യത കൂടാതെ നാഷണാലിറ്റി എന്നിവയെ കുറിച്ച് നോക്കാം. നിലവിൽ ഏകദേശം 261 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ SC, ST, OBC, EWS, എക്സ് സർവീസ്മാൻ, ESM കൂടാതെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള വ്യക്തികൾ എന്നിവർക്ക് നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾ പ്രകാരമുള്ള സംവരണം ലഭിക്കും. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D പോസ്റ്റുകളിൽ മാത്രമാണ് എക്സ് സർവീസ്മാന് സംവരണം ലഭ്യമായിട്ടുള്ളത്. ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിനായിട്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C അതുപോലെ തന്നെ D പോസ്റ്റുകളിൽ പ്രത്യേക യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ പോസ്റ്റിനും ആവശ്യമായിട്ടുള്ള ഫങ്ഷണൽ റിക്വയർമെന്റ്സ്, അതുപോലെ ഏതെല്ലാം ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് അപേക്ഷിക്കാമെന്നതും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ബ്ലൈൻഡ്, ലോ വിഷൻ, ഡെഫ്, ഹാർഡ് ഓഫ് ഹിയറിംഗ്, വൺ ആം എഫക്റ്റഡ്, സെറിബ്രൽ പാൾസി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡിസബിലിറ്റീസുകാർക്ക് ഈ പോസ്റ്റുകളിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലെ അതായത് BROയിലെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇത് പാലിക്കുന്നവർക്ക് മാത്രമേ BROയിൽ നിയമനം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ BROയിലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D പോസ്റ്റുകളിലേക്ക് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് യോഗ്യതയുള്ളൂ. ഇനി നമുക്ക് നാഷണാലിറ്റി നോക്കാം. കാൻഡിഡേറ്റ്സ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നേപ്പാൾ, ഭൂട്ടാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനായിട്ട് വന്നവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രായപരിധിയും അതിലെ ഇളവുകളും നമുക്ക് നോക്കാം. 2025 ഓഗസ്റ്റ് 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് 1995 ഓഗസ്റ്റ് 2-ന് മുമ്പോ 2007 ഓഗസ്റ്റ് 1-ന് ശേഷമോ ജനിച്ചവരായിരിക്കരുത്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D 18-നും 27-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 1998 ഓഗസ്റ്റ് 2-ന് മുമ്പോ 2007 ഓഗസ്റ്റ് 1-ന് ശേഷമോ ജനിച്ചവരായിരിക്കരുത്. ഇനി ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC, ST വിഭാഗക്കാർക്ക് 5 വർഷം, OBC 3 വർഷം, PWBD ജനറൽ വിഭാഗക്കാർക്ക് 10 വർഷം, OBC വിഭാഗക്കാർക്ക് 13 വർഷം, SC, ST 15 വർഷം. അതേപോലെ തന്നെ എക്സ് സർവീസ്മാൻ, ESM സർവീസ് കാലയളവ് കുറച്ച ശേഷം 3 വർഷം ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ച എക്സ് സർവീസ്മാന് 3 വർഷം വരെ ഇളവ് ലഭിക്കും. ഇതിൽ SC, ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 8 വർഷം വരെ ഇളവ് ലഭിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് മാത്രമുള്ള ഇളവുകളാണ്. അതായത് കേന്ദ്ര സർക്കാർ സിവിൽ ജീവനക്കാർക്ക് 3 വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവരാണെങ്കിൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. SC, ST വിഭാഗത്തിലാണെങ്കിൽ 45 വയസ്സ് വരെ അപേക്ഷിക്കാം. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യാത്ത നിയമപരമായി വേർപിരിഞ്ഞ സ്ത്രീകൾക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇവരിൽ SC, ST വിഭാഗത്തിലാണെങ്കിൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായ എക്സ് സർവീസ്മാന് 15 വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവർക്ക് മാത്രമേ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റെനോഗ്രാഫർ എക്സാമിന് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 ഓഗസ്റ്റ് 1 അതിനു മുമ്പോ നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പരീക്ഷ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയോ പഠിച്ചവരാണെങ്കിൽ ആ കോഴ്സിന് UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പാർട്ടിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ജോലി നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ബന്ധപ്പെട്ട അതോറിറ്റീസിൽ നിന്നുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതിനെ പറ്റി നോക്കാം. ssc.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവസാന തീയതി ജൂൺ 26 രാത്രി 11 മണി വരെയാണ്. ഇപ്പോൾ പഴയ SSC വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർ പോലും പുതിയ വെബ്സൈറ്റിൽ പുതിയ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഇങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് മൂലം നമുക്ക് ഭാവിയിലുള്ള എല്ലാ പരീക്ഷകൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ OTR ചെയ്യുമ്പോൾ ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒതന്റിക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഫോട്ടോ, ഒപ്പ് എന്നിവയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അപേക്ഷ റിജക്റ്റ് ആവില്ല. കൂടാതെ പരീക്ഷാ കേന്ദ്രത്തിൽ പ്രത്യേക ഫോട്ടോ ID ആവശ്യവും വരുന്നില്ല. സോ ഫോട്ടോ അപേക്ഷിക്കുമ്പോൾ പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതേപോലെ സൈൻ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ളവർ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുക. ദെൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രിന്റ് ഔട്ട് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ്, കറക്ഷൻ എന്നിവയെ കുറിച്ച് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. ഇതിൽ വിമൺ കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സ്, അതേപോലെ PWBD എക്സ് സർവീസ്മാൻ എന്നിവർക്ക് ഫീസ് ഇല്ല. ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടുള്ളത്. ജൂൺ 27 രാത്രി 11 മണി വരെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കറക്ഷൻ വിൻഡോ ജൂലൈ 1 മുതൽ ജൂലൈ 2 രാത്രി 11 മണി വരെ ഓപ്പൺ ആവും. അപ്പോൾ ഒരു അപേക്ഷകന് 2 തവണ വരെ തിരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ചാർജ് ഉണ്ട്. ആദ്യ തവണ 200 രൂപയും രണ്ടാമത്തെ തവണ തിരുത്തൽ വരുത്തുമ്പോൾ 500 രൂപയുമാണ് ചാർജ് വരുന്നത്. ഈ ചാർജ് എല്ലാവർക്കും, എല്ലാ കാറ്റഗറീസിനും ബാധകമാണ്. അപ്പോൾ കറക്ഷൻ ചാർജ് അടച്ചാൽ മാത്രമേ തിരുത്തിയ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ കറക്ഷൻ വിൻഡോ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ചേഞ്ചും വരുത്താനായിട്ട് സാധിക്കില്ല. ഇനി പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപേക്ഷാ ഫോമിൽ നിങ്ങൾ 3 പരീക്ഷാ കേന്ദ്രങ്ങൾ മുൻഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തണം. ഒരിക്കൽ തിരഞ്ഞെടുത്ത എക്സാം സെന്റേഴ്സ് പിന്നീട് ഒരു കാരണവശാലും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ എക്സാം സെന്റേഴ്സ് നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കോട്ടയം, കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം. അപ്പോൾ കേരളത്തിൽ കേന്ദ്രങ്ങൾ ലഭ്യമല്ലെങ്കിൽ കർണാടകയിൽ ബാംഗ്ലൂർ, മാംഗ്ലൂർ, മൈസൂർ, ഉടുപ്പി, ഹബള്ളി ഉണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുര, തിരുച്ചിറപ്പള്ളി, വെല്ലൂർ. ലക്ഷദ്വീപിൽ കവരാത്തി. ഇവിടെ മാത്രമല്ല സെൻട്രൽ റീജിയൺ, ഈസ്റ്റേൺ റീജിയൺ, മധ്യപ്രദേശ് റീജിയൺ, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയൺ, നോർത്തേൺ റീജിയൺ, നോർത്ത് വെസ്റ്റേൺ റീജിയൺ, സദേൺ റീജിയൺ, വെസ്റ്റേൺ റീജിയണിലും ഒക്കെ എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ SSCയുടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സാം സെന്റേഴ്സ് ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷനും അതേപോലെ തന്നെ സിലബസ് നോക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും. ചോദ്യങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടാകും. 200 ചോദ്യങ്ങൾ 200 മാർക്ക് എന്ന രീതിയിലായിരിക്കും. 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള എക്സാം ആണ്. ഡിസബിലിറ്റീസുകാർക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടാകും. സബ്ജക്റ്റ് വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. അതിൽ 50 ചോദ്യങ്ങൾ 50 മാർക്ക്. നെക്സ്റ്റ് ജനറൽ അവയർനെസ് 50 ചോദ്യങ്ങൾ 50 മാർക്ക്. അടുത്തായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 ചോദ്യങ്ങൾ 100 മാർക്ക്. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്ക് കുറയും. അപ്പോൾ ഒന്നിലധികം ഷിഫ്റ്റുകളായിട്ട് പരീക്ഷ നടന്നാൽ മാർക്കുകൾ നോർമലൈസ് ചെയ്യും. അപ്പോൾ ഉത്തരം പരീക്ഷ കഴിഞ്ഞിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സ്റ്റെനോഗ്രാഫർ എക്സാമിന്റെ സ്കിൽ ടെസ്റ്റ് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. ആദ്യമായിട്ട് വരുന്ന ഡിക്റ്റേഷൻ ആണ്. ഗ്രേഡ് C 10 മിനിറ്റ് 100 വാക്കുകൾ. ഗ്രേഡ് D 10 മിനിറ്റ് 80 വാക്കുകൾ. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോമിൽ തിരഞ്ഞെടുക്കുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കും ഡിക്റ്റേഷൻ വരുന്നത്.
അതേപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ, അതായത് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് ഗ്രേഡ് ഡി ഇംഗ്ലീഷ് 50 മിനിറ്റ്, സ്ക്രൈബ് ഉള്ളവർക്ക് 70 മിനിറ്റ് കിട്ടും. ഹിന്ദി ആണെങ്കിൽ 65 മിനിറ്റ്, സ്ക്രൈബ് ഉള്ളവർക്ക് 90 മിനിറ്റ്. ഗ്രേഡ് സി ഇംഗ്ലീഷ് 40 മിനിറ്റ്, സ്ക്രൈബ് ഉള്ളവർക്ക് 55 മിനിറ്റ്, ഹിന്ദി 55 മിനിറ്റ്, സ്ക്രൈബ് ഉള്ളവർക്ക് 75 മിനിറ്റ്. അപ്പോൾ ഹിന്ദി സ്റ്റെനോഗ്രാഫി തിരഞ്ഞെടുത്തവർക്ക് നിയമനം ലഭിച്ച ശേഷം ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫി പഠിക്കേണ്ടി വരും. തിരിച്ചും അങ്ങനെയായിരിക്കും. ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പോസ്റ്റ് പ്രിഫറൻസും ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് വന്ന ശേഷം ജോലി നൽകുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് 2 ഫോട്ടോകൾ ഉണ്ടായിരിക്കണം. അതേപോലെ ഒറിജിനൽ ID പ്രൂഫ്, 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് കാറ്റഗറി ഒക്കെ സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, പ്രായ ഇളവുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കരുതിയിരിക്കണം. സർക്കാർ ജോലിയാണെങ്കിൽ NOC ഉണ്ടായിരിക്കണം. അതേപോലെ പേര് മാറ്റിയവരുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഫൈനൽ റിസൾട്ട് വന്നതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവർ പറയുമ്പോൾ കൊണ്ടുവരേണ്ട, ഹാജരാക്കേണ്ട ഡോക്യുമെന്റ്സ്. ദെൻ പോസ്റ്റ് പ്രിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനൊക്കെ ശേഷം ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിന് ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് SSCയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. മുൻഗണന നൽകാത്തവരെ ഒരു പോസ്റ്റിലേക്കും പരിഗണിക്കില്ല. പിന്നെ നമുക്ക് മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് തെരഞ്ഞെടുപ്പ് രീതി. അതായത് ഫസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇതിന് വേണ്ട യോഗ്യതാ മാർക്ക് ജനറൽ വിഭാഗത്തിന് 30%, OBC EWS വിഭാഗത്തിന് 25%, മറ്റുള്ളവർക്ക് 20% ആണ് വരുന്നത്. അതിനുശേഷം വരുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സ്കിൽ ടെസ്റ്റിന് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു യോഗ്യതാ സ്വഭാവമുള്ളത് മാത്രമാണ്. അത് പാസ്സായാൽ മാത്രം മതി. അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് ഫൈനൽ സെലക്ഷൻ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ മാർക്കും നിങ്ങൾ നൽകുന്ന പോസ്റ്റ് പ്രിഫറൻസും അടിസ്ഥാനമാക്കിയാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. അതുകൊണ്ട് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നൽകുക. കാരണം ഒരിക്കൽ നൽകിയാൽ പിന്നെ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പരീക്ഷ വിജയിച്ചതിന് ശേഷം നിയമനം അപ്പോഴായിരിക്കില്ല, 2 വർഷത്തെ പ്രൊബേഷൻ ഉണ്ടാകും. 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് നിയമനം ഉണ്ടാവുക. അത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ആ സമയത്ത് ജോലി ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഒരു കാൻഡിഡേറ്റ്സിന് ഒരു ഓൺലൈൻ അപേക്ഷ മാത്രമേ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ കൃത്യമായിട്ട് നൽകുക. അതുപോലെ തന്നെ അപേക്ഷയിൽ കൃത്യമായിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ നൽകുക. കാരണം കമ്മീഷൻ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി ആയിരിക്കും. അതുപോലെ തന്നെ അപ്ഡേറ്റുകൾക്കായി SSCയുടെയും റീജിയണൽ ഓഫീസുകളുടെയും വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.